ഹലോ എല്ലാവർക്കും ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് സ്വാഗതം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മളിന്ന് ടിയാരയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 4mm ഗിയർ വയർ എടുത്തിട്ടുണ്ട്. സിൽവർ കളറിലുള്ള ഗിയർ വയറാണ്. കുറച്ച് നീളത്തിൽ, കുറച്ചധികം നീളത്തിൽ കട്ട് ചെയ്തു. അരികൊക്കെ ഒന്നിച്ച് പിടിച്ചിട്ട് സെൻറ്റർ കറക്റ്റ് എടുത്തിട്ട് ഇതുപോലെ വിരലിൽ വെച്ചിട്ടൊന്ന് ഒരു റൗണ്ട് ആക്കുക. റൗണ്ട് ആക്കിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ. ചെറിയ റൗണ്ട് മതിയെങ്കിൽ ഇതുപോലെ കുഞ്ഞു വിരലിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഒരു റൗണ്ട് ആക്കിയിട്ട് ഇതുപോലെ ഒരു കൊളുത്തായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. എൻഡിൽ നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബ്രാഞ്ചസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബ്രാഞ്ച് എടുത്തു. അതിലേക്ക് നമുക്ക് വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കാവേ. ഒരു ചെറിയ മീഡിയം സൈസിലുള്ള ഒരു വൈറ്റ് ബീഡാണ്. അത് 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രാഞ്ചിലേക്ക് 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് കൊണ്ടുവന്നിട്ട് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ബ്രാഞ്ചിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു 3 അതിലേക്ക് വെച്ചതിന് ശേഷം ഒരു കുറച്ച് നീളത്തിൽ, ഒത്തിരി നീളം വരരുത്, അത്യാവശ്യം ചെറിയ നീളത്തിൽ. കാരണം ബ്രാഞ്ചുകൾ പരമാവധി സെൻറ്ററിനോട് അടുത്തടുത്തിരിക്കണം. അപ്പോൾ അതിനായിട്ട് നീളം കുറച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പിരിച്ച് ടൈറ്റാക്കുക. അപ്പോൾ പിരിക്കുമ്പം ഒത്തിരി ഇട്ട് പിരിക്കരുത്, പൊട്ടിപ്പോരും കേട്ടോ. അപ്പോൾ നമ്മുടെ കോപ്പർ വയർ ചിലപ്പം ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് നിങ്ങളടുത്ത് പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വാളിറ്റി ഉള്ള കോപ്പർ വയർ മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വാളിറ്റി കുറഞ്ഞതാവുമ്പം നമ്മളിങ്ങനെ പിരിക്കുന്നത് അനുസരിച്ച് അത് പൊട്ടിപ്പോവും. അപ്പോൾ അടുത്ത സൈഡിലും അതുപോലെ തന്നെ 3 ബീഡിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് പിരിച്ച് ടൈറ്റാക്കി. അപ്പം 2 സൈഡിലും ഒരേപോലത്തെ ബ്രാഞ്ച് റെഡി ആയിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് പിരിച്ച് ഒരേ ലെവലിലാക്കി അതിനെ ഒന്ന് സെറ്റാക്കി വെക്കുക. അതിനുശേഷം ഈ താഴത്തേക്ക് ബാക്കിയുള്ള കോപ്പർ വയർ ഉണ്ടല്ലോ, അതിനെ രണ്ടിനെയും കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് പിരിച്ച് കുറച്ച് നീളത്തിൽ, ഒരുപാട് നീളം വേണ്ട, കുറച്ച് നീളത്തിൽ. അതിനുശേഷം നമുക്കിതുപോലെ ഒരു സൈഡിലെ ഒരു ബ്രാഞ്ച് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ബീഡ് ഇട്ട് കൊടുക്കണം. അത് ആദ്യം നമ്മൾ വൈറ്റ് ബീഡ് ഇട്ടു. ഇനി നമുക്ക് ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക. ക്രിസ്റ്റൽ ബീഡ് ഒരൊറ്റ ഒരെണ്ണമാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. കുറേ എണ്ണം ഇടുന്നില്ല. ഒരൊറ്റ ബീഡ്, ഒരു ബ്രാഞ്ചിലേക്കും ഒരു ബീഡ് മാത്രം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനെയും ഇതുപോലെ തന്നെ ആദ്യത്തെ ചെയ്തതുപോലെ തന്നെ കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ ബ്രാഞ്ചായിട്ട് പിരിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ പിരിക്കുമ്പം പതുക്കെ, ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പതുക്കെ നന്നായിട്ട് പിരിച്ച് നല്ല വൃത്തിക്ക് പിരിച്ചെടുക്കുക. തിരക്കിട്ട് പിരിച്ച് അതിൻ്റെ ഷേപ്പ് കളയരുത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് ചെയ്ത് നോക്കുക. പയ്യെ തിന്നാൽ പനിയും തിന്നാന്നാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. പതുക്കെ ചെയ്താൽ മതി, തിരക്കൊന്നും വെക്കണ്ട. പതുക്കെ ചെയ്ത് നമ്മൾ സെറ്റാകും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ടിട്ട് പിരിച്ച് ബ്രാഞ്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരേ അളവിൽ ഒരേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു 5 വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക ഒരെണ്ണത്തിലേക്ക്. എന്നിട്ട് ഇതിനെ കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് ചേർത്ത് അവിടെ പിടിക്കുക. അതിന് നീളത്തിലൊന്നും ബാക്കി കമ്പി ഇടണ്ട. കറക്റ്റ് അതിലേക്ക് ചേർത്ത് മുത്ത് അവസാനിക്കുന്ന ഭാഗം കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ച് നന്നായിട്ടൊരു ഫ്ലവർ മാതിരിയാക്കി എടുക്കുക. എന്നിട്ട് അതിനെ ഇങ്ങനെ വളച്ച് മുകളിലേക്ക് വയ്ക്കുക കേട്ടോ. മുകളിലേക്ക് വെച്ചതിന് ശേഷം ബാക്കി വരുന്ന 2 കമ്പികളുണ്ടല്ലോ, അപ്പോൾ ആ കമ്പി നന്നായിട്ട് വലിച്ച് നിവർത്തി വയ്ക്കുക. നിവർത്തി വെച്ചിട്ട് നമ്മൾ ആ ഫ്ലവറിൻ്റെ തൊട്ട് മുകളിൽ 2 ക്രിസ്റ്റൽ ബീഡ്സ് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടില്ലേ, 2 ബ്രാഞ്ചായിട്ട്, അതേമാതിരി താഴത്തും ഒരൊറ്റ ക്രിസ്റ്റൽ ബീഡ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ബ്രാഞ്ചാക്കി കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് നീളം കൂടി പോവാതെയും അതുപോലെ തന്നെ ഒത്തിരി കുറഞ്ഞു പോകാതെയും ആ ഫ്ലവർ നമ്മൾ സെൻറ്ററിൽ ബീഡ് വെച്ചിട്ടൊരു ഫ്ലവറാക്കി വെച്ചിട്ടില്ലേ, അതിന് അടുപ്പിച്ച് എന്നാൽ അതിൻ്റെ അടിയിലേക്ക് പോകാത്ത പോലെ ശ്രദ്ധിച്ച് നന്നായിട്ടൊന്ന് പിരിച്ചു വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തും കണ്ടോ, 2 മുകളിലും 2 താഴെയുമായിട്ട് ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തുള്ള 2 കമ്പികളും കൂടെ കൂട്ടി പിരിച്ച് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാക്കണം. അവിടെ ചെറിയൊരു ഗ്യാപ്പ് മതി, ഒരുപാട് വേണ്ട. കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, മുകളിൽ നമ്മൾ 3 ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, 3 ബീഡ്സ് ഇട്ടിട്ട് ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ 3 വൈറ്റ് ബീഡ്സ് ഇട്ടു. വൈറ്റ് ബീഡ്സ് ഇട്ടതിന് ശേഷം കുറച്ച് നീളം എടുത്തു, വളരെ കുറച്ച് നീളം എടുത്തതിന് ശേഷം അതിനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ പിരിച്ച് ബ്രാഞ്ച് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം സെയിം മെത്തേഡിൽ ഇതേ ബ്രാഞ്ച് തൊട്ടപ്പുറത്തും
നമ്മൾ ലെഫ്റ്റും റൈറ്റും അങ്ങനെയാണല്ലോ ചെയ്തു പോകുന്നത്. അപ്പോൾ അതേപോലെ ഇപ്പുറ സൈഡിലും അതേമാതിരി സെയിം അളവിൽ പരമാവധി ശ്രദ്ധിച്ച് പരമാവധി ഒരേ അളവിൽ ചെയ്തെടുക്കുക. കണ്ടോ? ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ ചെയ്ത പോലെ തന്നെ രണ്ട് ക്രിസ്റ്റൽ ഒരു ക്രിസ്റ്റൽ വീണിട്ടുള്ള 2 ബ്രാഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. അതിനേക്ക് ഒന്ന് നേരെ ഒരേ ലെവലിലാക്കി കൊടുക്കുക. അതേ ഒന്ന് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതിന് നേരെ തന്നെ ആയിരിക്കണം മറ്റേതും വെക്കേണ്ടത് കേട്ടോ. നമ്മൾ ഒരേപോലത്തെ ചെയ്യുമ്പോൾ ഒരു ക്രിസ്റ്റൽ വീണിട്ടിട്ട് നമ്മൾ ഇപ്പുറത്ത് പിടിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ചെയ്യുമ്പം അതിൻ്റെ നേരെ തന്നെ വരണം കേട്ടോ. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഭംഗിയെ. നമ്മൾ ഓരോ ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കുന്ന പോലെയാണല്ലോ. അപ്പോൾ അതിൻ്റെ താഴെ വീണ്ടും നമ്മൾ കൂട്ടി പിരിച്ചിട്ടൊരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുത്തു. കുറച്ച് മറ്റേതിനെക്കാട്ടും കുറച്ച് നീളത്തിലൊരു ഗ്യാപ്പ് ഇട്ടു. അതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ നമ്മൾ 5 വൈറ്റ് ബീഡ് ഇട്ടിട്ട് നമ്മളൊരു ഫ്ലവർ മാതിരി ചെയ്തില്ലേ, അത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വൈറ്റ് ബീഡാണ് ഇട്ട് കൊടുക്കേണ്ടത്, 5 വൈറ്റ് ബീഡ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യത്തെ മെത്തേഡ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് വന്നാലേ അത് ശരിയാവത്തുള്ളൂ. അപ്പോൾ 5 വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തു. വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അവിടെ ഗ്യാപ്പ് വേണ്ട, ഗ്യാപ്പില്ലാതെ സെൻറ്ററിനോട് ചേർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. പിരിച്ചു കൊടുത്തിട്ട് നമുക്കതിനെ മുകളിലോട്ട് മടക്കി വെച്ച് കൊടുത്തു. കറക്റ്റ് സെൻറ്ററിലോട്ടാക്കി വെച്ച് കൊടുത്ത ഫ്ലവറിനെ ഇതുപോലെ. അതിനുശേഷം അതിനെയൊക്കെ ഒന്ന് കമ്പികളെയൊക്കെ ഒന്ന് നേരെയാക്കി, വളഞ്ഞും തിരിഞ്ഞുമൊക്കെ ഇരിക്കാതെ നേരെയാക്കി ഒന്ന് പിടിച്ച് പോകുക അവസാനം വരെ. ഇനി 2 കമ്പികളിൽ ഒരു കമ്പി എടുത്തിട്ട് ഇതുപോലെ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക. ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ തൊട്ടടിയിൽ വീണ്ടും ഒരു ബ്രാഞ്ച്, ഒരൊറ്റ ക്രിസ്റ്റൽ ബീഡ് മാത്രം ഇട്ടിട്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാവുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളാം. അപ്പോൾ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നാലല്ലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിതുപോലെ 2 സൈഡിലും വീണ്ടും ക്രിസ്റ്റൽ ബീഡ് കൊണ്ട് 2 ബ്രാഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി 2 കമ്പികളും കൂടെ വീണ്ടും കൂട്ടിപ്പിരിക്കുകയാണ്. ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിരിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ 3 വൈറ്റ് ബീഡ് ഇട്ടുള്ള 2 ബ്രാഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും ചെയ്തില്ലേ, ആ ബ്രാഞ്ച് തന്നെ നമ്മൾ അവിടെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ സെയിം മെത്തേഡിൽ പിന്നെ ക്രിസ്റ്റൽ ബീഡ്, പിന്നെ 5 ബീഡ് ഇട്ടിട്ടുള്ള ഫ്ലവർ അങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അതിന് തൊട്ട് താഴത്തായിട്ട് ഇനി വേണ്ടിയത് 3 വൈറ്റ് ബീഡ് ഇട്ടിട്ടുള്ള ബ്രാഞ്ചാണ്. അത് 2 ഉണ്ടാക്കി കൂട്ടിപ്പിരിച്ചു. വീണ്ടും ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തു, അതിനെയും കൂട്ടിപ്പിരിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പിൽ കമ്പികൾ കൂട്ടിപ്പിരിച്ചു. ഇനി നമുക്ക് അവിടേക്ക് വേണ്ടിയത് എന്താണ്, 5 വൈറ്റ് ബീഡ് ഇട്ടിട്ടുള്ള ഒരു ഫ്ലവറാണ് ആ സെൻറ്ററിൽ കൊടുക്കേണ്ടത്. അതിനെ നമുക്ക് അവിടേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുകളിൽ തൊട്ടിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് വന്നല്ലോ. 3 ബീഡ് ഇട്ടിട്ടുള്ളത്, പിന്നെ ക്രിസ്റ്റൽ ബീഡ്, പിന്നെ 5 ബീഡ് ഇട്ടിട്ടുള്ള ഫ്ലവർ, അങ്ങനെ ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്ത് ലാസ്റ്റിൽ വരെ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നീളം എടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ തലയിൽ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് നീളത്തിന് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കസ്റ്റമർ പറയുകയാണെങ്കിൽ ആ കസ്റ്റമറിന് എത്രത്തോളം നീളത്തിലാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇനി എൻഡിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ വളച്ച് ഞാൻ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ചുറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ നിന്നും കട്ട് ചെയ്ത് കളഞ്ഞു. അത്രയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ ആദ്യം കൊളുത്ത് പോലെ ഉണ്ടാക്കിയില്ലേ, അതേപോലെ തന്നെ സെയിം മെത്തേഡ് എൻഡിലും കൊണ്ടുവന്നിട്ട് അതുപോലെ തന്നെ ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ വീണ്ടും വരാം. ടാറ്റാ.